ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയ പരീക്ഷണത്തിലൂടെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഒരു 3 ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് എടുക്കുക, നടുക്കെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വേവാൻ വയ്ക്കുക. അതിനുശേഷം ഒരു ഉള്ളി എടുത്തിട്ട് നന്നായി നൈസായിട്ട് വെട്ടിക്കൊടുക്കുക. ഒരു ചെറിയൊരു ഇഞ്ചി അതും നല്ല രീതിയിൽ നൈസായിട്ട് വെട്ടിക്കൊടുക്കണം. നമ്മൾ ഈ വെട്ടുന്നതെല്ലാം നല്ല നൈസായിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വെട്ടിക്കൊടുക്കണേ. ഒരു കടുകിൻ്റെ കഷ്ണം പോലെ അങ്ങോട്ട് ചെറുതായിട്ട്, അത്രയും ചെറുതാക്കിയാൽ എത്രയും നല്ലത്. ഒരു പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില എല്ലാം വെട്ടിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് ആട്ടയാണ് ബെറ്റർ. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, മൈദ ഇഷ്ടമുള്ളവർക്ക്. അതിനുശേഷം കുറച്ച് ഉപ്പ്, അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെടുത്തിട്ട് നമുക്ക് തോലങ്ങോട്ട് കളഞ്ഞേക്കാം. ഓക്കെ, തോല് കളഞ്ഞിട്ടേ നമുക്ക് അതിനെ ജസ്റ്റ് ചൂടാറുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്രൈൻഡിങ്ങിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്മാഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. അതിനുശേഷം നേരത്തെ കട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും എല്ലാം കൂടെ നമുക്ക് ആട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കണേ. കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് എരിവിന് കുറച്ച് മുളക് കൊണ്ട് കിടന്നോട്ടെ. ഒക്കെ ഒരു കളറിനൊക്കെ അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റിനായിട്ട് വെക്കുക, വെള്ളം ഒഴിച്ചിട്ടേ. എന്നിട്ട് നമുക്കൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനോ എടുത്തിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് നമുക്ക് പരത്തി ദോശ ചുടുന്ന പോലെ ചുടണം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യണം. 2, 3, 4 പ്രാവശ്യം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുണി കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ആലു പൊറോട്ടയും ഇതുണ്ടോ അടിപൊളി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നമ്മൾ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.